കടൽഭിത്തി നിർമ്മാണം നീളുന്നതിനാൽ ഏത് സമയവും കടലെടുക്കുമെന്ന നിലയിലാണ് കോഴിക്കോട് ഗോദീശ്വരം തീരദേശ റോഡ്. കടലാക്രമണമുണ്ടായതിനെ തുടർന്ന് ടാറിംഗ് അടർന്ന റോഡ് തകർച്ചയുടെ വക്കിലാണ്. ജലവിഭവ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാത്തതാണ് കടൽഭിത്തി നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഗോദീശ്വരം തീരദേശ റോഡിൽ കടലിനോട് ചേർന്ന് പകുതി റോഡ് മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. കടലാക്രമണം ഉണ്ടായതിനെ തുടർന്ന് ടാറിംഗ് അടർന്ന് റോഡ് നശിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര അപകടകരമായി മാറുന്നു. കടൽഭിത്തിയില്ലാത്തതും യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഗോദീശ്വരത്ത് ചിൽഡ്രൻസ് പാർക്ക് മുതൽ ക്ഷേത്ര പരിസരം വരെ 535 മീറ്റർ ദൂരത്തിൽ കടലിന് സംരക്ഷണ ഭിത്തിയില്ല. ചെറിയൊരു തിരയടി ഉണ്ടായാൽ പോലും തീരത്ത് വെള്ളം കയറും. കടലിന് സംരക്ഷണ ഭിത്തിയില്ലാത്ത ഭാഗത്ത് കരയിടിച്ചിലും വ്യാപകമാണ്. ഗോദീശ്വരം കല്ലിങ്ങൽ തീരദേശവാസികൾ ആശ്രയിക്കുന്ന പാതയാണ് അപകടാവസ്ഥയിലുള്ളത്. കടലാക്രമണം തുടർന്നാൽ ഗോദീശ്വരം ക്ഷേത്ര റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. എല്ലാവർക്കും കല്ലിടണം എന്നുള്ള ആവശ്യം തന്നെയാണ്. അതേ ഉള്ളൂ, എന്നാലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. കടലിപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയില്ലേ. അമ്പലത്തിലേക്കുള്ള റോഡാണ് ഇപ്പം കാണുന്നുണ്ടോ? അതായത് ആ തലയും കെട്ടി നടു ഒഴിവല്ലേ. അതാണിത് പ്രശ്നം വരുന്നത്. മഴക്കാലം വരുമ്പോൾ വെള്ളം പൊങ്ങി വരും. കടപ്പുറത്തുനിന്ന് വെള്ളം പൊങ്ങി വരുമ്പോൾ ഇവിടെ മാത്രമല്ല അവിടെ വരെ എത്തും. ചിലർ വീട്ടിലേക്കും കയറാറൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ഈ ഭാഗത്തേക്കും കയറാറുണ്ട്. അപ്പുറത്തെ ഭാഗത്തേക്ക് നല്ലോണം കയറലൊക്കെ ഉണ്ട്. തീരദേശ പ്രദേശമായ ഗോദീശ്വരത്തെ 30-ലേറെ കുടുംബങ്ങൾ കുറച്ചധികം കാലമായി കഴിയുന്നതിങ്ങനെയാണ്. പ്രശസ്തമായ ഗോദീശ്വരം ക്ഷേത്രം വരെയുള്ള റോഡ് ഏത് നിമിഷവും പൂർണ്ണമായും പൊട്ടിപ്പൊളിയാമെന്ന നിലയിലാണ്. കരിങ്കല്ല് കൊണ്ട് തീർക്കുന്ന ഗാബിയോൺ ബോക്സ് മാതൃകയിൽ വരെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും ശക്തമായ തിരയിൽ ഇവയും തകരുകയായിരുന്നു. ദിവസവും ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്ന വഴിയിൽ പലർക്കും വണ്ടികൾ നിർത്തി നടന്നു പോവേണ്ട അവസ്ഥയാണ്. നമ്മൾ വണ്ടി അമ്പലത്തിനോട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മണ്ണൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ വണ്ടിക്ക് ഡേഞ്ചറാണ്. അപ്പോൾ കുട്ടിയായിട്ട് നടന്നു പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ രാവിലെ പോകുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. കുട്ടികളും മുതിർന്നവരും റോഡിൽ വീഴുന്നതും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. നല്ല പണിയാ ഇത്. ഒരു വണ്ടി നല്ല പോലെ പോകില്ല. സൈക്കിളിൽ തന്നെ ബുദ്ധിമുട്ടാ. അപ്പുറത്തെ ബൈക്ക് കാണാൻ നല്ല പോലെ പോകണമെങ്കിൽ. 2021 ടൗട്ടെ ചുഴലിക്കാറ്റിൽ ഗോദീശ്വരം ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ 100 മീറ്ററോളം പൊളിഞ്ഞിരുന്നു. അധികൃതർ ഇടപെട്ട് തീരത്ത് കരിങ്കല്ലിട്ട് താൽക്കാലിക സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും തുടർ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.